വ്യൂ പോയിന്റിൽ ഇന്നെന്റെ അതിഥി കേരള സംസ്ഥാന ചലച്ചിത്ര വികസന കോർപ്പറേഷൻ ചെയർമാൻ ശ്രീ ലെനിൻ രാജേന്ദ്രനാണ്. കൊച്ചിയിൽ നടി ആക്രമിക്കപ്പെട്ട സംഭവത്തിൽ ജനപ്രിയ താരം ദിലീപിന്റെ അറസ്റ്റും അതോടൊപ്പം തന്നെ സിനിമാ മേഖലയിൽ റിയൽ എസ്റ്റേറ്റ് ബിസിനസിന്റെ മറവിൽ നടക്കുന്ന സാമ്പത്തിക ഇടപാടുകളിലേക്ക് നീളുന്ന അന്വേഷണവുമൊക്കെ മലയാള സിനിമയെ സംശയത്തിന്റെയും ആശങ്കയുടെയും മുൾമുനയിൽ നിർത്തുകയാണ്. മലയാള സിനിമയിലെ താരാധിപത്യവും മാഫിയ ക്രിമിനൽ വൽക്കരണവും ഉണ്ടാക്കിയിട്ടുള്ള സാംസ്കാരിക അപജയത്തിൽ ഒരു ശുദ്ധീകരണ ക്രിയ നടത്താൻ സർക്കാരിന് ഇടപെടേണ്ട സമയമായില്ലേ? ശ്രീ ലെനിൻ രാജേന്ദ്രനുമായി ഈ സംഭാഷണത്തിൽ ഈ വിഷയങ്ങളായിരിക്കും ഉയർന്നു വരിക. സർ, എ വെരി വാം വെൽക്കം ടു ദി പ്രോഗ്രാം. താങ്ക് യു വെരി മച്ച് ശ്രീ ലെനിൻ രാജേന്ദ്രൻ. മലയാള സിനിമ സംഭവബഹുലമായ ഒരു തിരക്കഥയിലൂടെ കടന്നു പോവുകയാണ്. നിലച്ചിരിക്കാതെ ഉണ്ടാകുന്ന ദിലീപിന്റെ അറസ്റ്റ്, അതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ സാമ്പത്തിക ഇടപാടുകളിലേക്ക് കൂടി നീളുന്ന സാമ്പത്തിക കുറ്റാന്വേഷണ ഏജൻസികളുടെ അന്വേഷണങ്ങൾ, കഴിഞ്ഞ 5 വർഷത്തിനിടയിൽ മലയാള സിനിമയിൽ ഉണ്ടായിട്ടുള്ള നിർമ്മാണ പ്രവർത്തനങ്ങളിലും ധനവിനിയോഗത്തിലും അന്വേഷണം നടത്തണമെന്ന ആവശ്യം, പലതരത്തിലുള്ള ദുരൂഹതകൾ, സംശയങ്ങൾ ഇതെല്ലാം മുഴച്ചു നിൽക്കുന്നുണ്ട്. പക്ഷേ വലിയ മൗനമാണ് ശ്രീ ലെനിൻ രാജേന്ദ്രൻ മലയാള സിനിമയിലെ പ്രമുഖരായ വ്യക്തിത്വങ്ങളിൽ നിന്നുണ്ടാകുന്നത്. ആ നിരയിൽ താങ്കളും ഉൾപ്പെടുന്നു. എന്തുകൊണ്ടാണ് ശ്രീ ലെനിൻ രാജേന്ദ്രൻ ഇത്ര വലിയ വിഷയങ്ങൾ ഉണ്ടായിട്ടും മൗനം പാലിക്കുന്നത്? ഇപ്പോൾ പോലീസ് പറയുന്നതും മാധ്യമങ്ങൾ പറയുന്നതുമായിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ ഞങ്ങളുടെ മുമ്പിലുള്ളൂ. ഇതേത് സമയത്തും മറ്റൊരു തരത്തിൽ പറഞ്ഞുകൂടായികയില്ല. അപ്പോൾ ഇതിൻ്റെ ഒരു യാഥാർത്ഥ്യം എന്ത് എന്നറിയാതെ കണ്ട് ആ കാര്യത്തിൽ അഭിപ്രായം പറയുക എന്നുള്ളത് അത്ര പക്വമായൊരു ഇതായിട്ട് എനിക്ക് തോന്നുന്നില്ല. അതുകൊണ്ടാണ് എൻ്റെ വ്യക്തിപരമായി എൻ്റെ മൗനം നിങ്ങൾക്ക് ഫീൽ ചെയ്തിട്ടുണ്ടെങ്കിൽ ഉണ്ടാകുന്നത്. യാഥാർത്ഥ്യം അറിയിക്കുന്നതുകൊണ്ട് താങ്കൾ ഉദ്ദേശിക്കുന്നത് ഒരു ഫൈനൽ കോർട്ട് വേർഡിക്റ്റ് ആണോ? നോട്ട് കോർട്ട് വേർഡിക്റ്റ് മാത്രമല്ല, നമ്മുടെ മുമ്പിൽ ഈ ആരോപണങ്ങളെ സംബന്ധിച്ചിട്ടുള്ള പോലീസിൻ്റെ തന്നെ ഭാഷ്യം കൃത്യമായിട്ടല്ല നമ്മൾ കിട്ടുക. പോലീസ് വളരെ കുറച്ച് മാത്രമേ ഇക്കാര്യത്തിൽ പറയുന്നുള്ളൂ. പിന്നെ അതിനെ തുടർന്നിട്ടുള്ള മാധ്യമങ്ങളും മറ്റു ചില വ്യക്തികളും നൽകുന്ന അഭിപ്രായങ്ങൾ മാത്രമേ നമ്മുടെ മുമ്പിൽ വന്നു ചേരുന്നുള്ളൂ. അപ്പോൾ കൃത്യമായി പോലീസ് ഇന്നിന്ന തെളിവുകളോടുകൂടി ഇന്നിന്ന സാഹചര്യത്തിൽ ഇതുണ്ടായിരിക്കുന്നു എന്ന് പറയാത്തിടത്തോളം കാലം ഞാൻ വേർഡിക്റ്റ് അല്ല, വേർഡിക്റ്റ് നമുക്ക് എങ്ങനെയും സംഭവിക്കാവുന്ന ഒരു കാര്യമാണ്. പക്ഷേ നമ്മൾ ഫ്രെയിം ചെയ്ത് കൊണ്ടുവരുന്ന ഒന്നുമായിരിക്കില്ല കോടതിയുടെ കണ്ണിലേക്ക് വരും. ഈ പറഞ്ഞതിലും ഒരു അവ്യക്തതയുണ്ട് ശ്രീ ലെനിൻ രാജേന്ദ്രൻ. താങ്കൾ പറഞ്ഞു പോലീസ് വളരെ കുറച്ച് മാത്രമേ ഇക്കാര്യങ്ങളിൽ സംസാരിക്കുന്നുള്ളൂ എന്ന്. പക്ഷേ നിർണായകമായ ചില വിവരങ്ങൾ പോലീസ് നൽകി കഴിഞ്ഞു. സംസ്ഥാന പോലീസ് മേധാവിയാണ് മാധ്യമങ്ങളോട്, താങ്കളും കേട്ട് കാണും, പറഞ്ഞത് കൃത്യമായ തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ദിലീപിന്റെ അറസ്റ്റ് ഉണ്ടായിരിക്കുന്നതെന്ന്. എന്നിട്ടും ഉണ്ടായില്ല പ്രതികരണം. ഏത് തെളിവെന്ന് കൂടെ പറയണം. കൃത്യമായ തെളിവ് ഞങ്ങളുടെ കയ്യിലുണ്ട് എന്ന് പറയുമ്പോൾ അവരാ തെളിവ് വിടാത്തതിന് ഞാനവരെ കുറ്റം പറയുകയല്ല. കാരണം ഉണ്ടാകുന്ന തെളിവുകളെ മാറ്റി കളയാനോ അല്ലെങ്കിൽ വേറൊരു ചില സ്വാധീനങ്ങൾ ആ നിലയ്ക്ക് സൃഷ്ടിക്കാനോ ഒക്കെ കഴിയുന്നവരൊക്കെ തന്നെയാണ് ഇതിനകത്ത് ഉൾപ്പെടുക എന്നുള്ളത് കൊണ്ട് തെളിവുകൾ എല്ലാം പറയണമെന്നില്ല, അത് നമുക്ക് മനസ്സിലാക്കാം. പക്ഷേ ഇതിൻ്റെ ഒരു ഫൈനലായിട്ട് നമ്മൾ കുറ്റപത്രം തയ്യാറാക്കുമ്പോൾ ആ കുറ്റപത്രത്തിനകത്ത് അക്കമിട്ട് പറയേണ്ടതുണ്ട് ഇന്നിന്ന കാര്യങ്ങൾ, അത് അറിയണം. ഈ മൗനത്തിന് താങ്കൾ നൽകിയ വ്യക്തിപരമായ വിശദീകരണം മുഖവിലക്കെടുക്കാം. പക്ഷെ അതേസമയം തന്നെ ഈ വിഷയത്തോട് അമ്മ എന്ന താരസംഘടന സ്വീകരിച്ച നിലപാട്, സിനിമാ മേഖലയിലെ പ്രമുഖരായ വ്യക്തികൾ ഭാഗത്തു നിന്നുണ്ടായ മനോഭാവം, ഒരു നടി ആക്രമിക്കപ്പെട്ട സമയത്ത് പോലും അതിൽ ആരോപണ വിധേയനായ പ്രമുഖ നടനെ സംരക്ഷിക്കാൻ പാകത്തിലുള്ള ഒരു മൗനമോ ഒരു നിലപാടോ അമ്മ പോലെ ഒരു താരസംഘടനയിൽ നിന്നുണ്ടായി. അവിടെയെല്ലാം ഒരു തിരുത്തൽ ശബ്ദമായി മാറും എന്ന് ഒരുപക്ഷെ കേരളത്തിലെ ജനങ്ങൾ പ്രതീക്ഷിച്ചിരിക്കുക താങ്കളെ പോലുള്ളവർ അടങ്ങുന്ന പ്രമുഖരായ സീനിയറായിട്ടുള്ള ചലച്ചിത്ര പ്രവർത്തകരിൽ നിന്നാണ്. അതും ഉണ്ടായില്ല. നമ്മളിതൊക്കെ വിശകലനം ചെയ്യണമെങ്കിൽ കുറേ വർഷങ്ങളുടെ പിന്നോട്ട് പോക്കും ആവശ്യമായിട്ടുണ്ട്. മലയാള സിനിമ മുമ്പെങ്ങും കണ്ടിട്ടില്ലാത്ത വിധം പണാധിപത്യത്തിനും താരാധിപത്യത്തിനും അടിമപ്പെട്ടിട്ടുള്ളൊരു കാലമുണ്ടായി. അത് മലയാള സിനിമയ്ക്ക് വന്ന് സംഭവിച്ചത് ഒരുപക്ഷെ 10-15 വർഷങ്ങളുടെ
പിന്നെ കാലയളവിനകത്താണ്. ഇവിടെ ഇതൊരു ഒരു കലാരൂപം എന്നുള്ളത് ഒരു കാലത്തും കലാരൂപമായെന്നുള്ള നിലയ്ക്ക് മലയാള സിനിമ അങ്ങനെ സമീപിച്ചിട്ടില്ല എന്നുള്ള പക്ഷക്കാരൻ തന്നെയാണ്. അതിനകത്തൊരു വ്യാവസായികമായ പിന്നെ ഇടപെടലുകളിലൂടെ ഉണ്ട്, അതിനോടൊപ്പം ചേർന്ന് പോകുന്നതാണ് എന്നുള്ളത് ഞാൻ സമ്മതിക്കുന്നു. പക്ഷേ ഇതൊരു പണമുണ്ടാക്കുന്നതിന് വേണ്ടി മാത്രമുള്ള ഒരു ഏർപ്പാടാണ് സിനിമ. അതിനു വേണ്ടിയിട്ട് എന്തും ചെയ്തു കൂട്ടാം എന്നുള്ളത് അവസ്ഥ വന്നത് ഞാനീ പറഞ്ഞ കുറച്ച് കാലങ്ങൾക്കുള്ളിലാണ്. അപ്പോൾ ഇവിടെ ഈ താരങ്ങളെ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള പിന്നെ ആളുകളുടെ ഒരു കൂട്ടം തന്നെ ഉണ്ടാകുന്നു. അവർ കാര്യങ്ങളൊന്നൊന്നായി നിയന്ത്രിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു. അവർക്ക് ഈ ഫാൻസ് അസോസിയേഷനുകൾ രൂപപ്പെടുന്നു. നമുക്കറിയാം കൃത്യമായി പല താരങ്ങളും അവരുടെ കയ്യിലെ കാശ് മുടക്കി തന്നെയാണ് ഈ ഫാൻസുകാരെ നിർത്തുക എന്നുള്ളത്. ഈ ഫാൻസിൻ്റെ ആളുകളുടെ സ്വഭാവം നമ്മൾ എടുത്തു നോക്കുമ്പോൾ അറിയാം ഇതിനകത്തൊരു അത്ര കണ്ട് ഒരു സുതാര്യമായൊരു ഏർപ്പാടേ അല്ല. അപ്പോൾ ഇങ്ങനെയുള്ള കുറേ ആൾക്കൂട്ടങ്ങളെ സൃഷ്ടിച്ചുകൊണ്ട് വ്യവസായത്തെ നിയന്ത്രിക്കാം എന്ന് കരുതുകയും കൃത്യമായി ആ വ്യവസായത്തെ നിയന്ത്രിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരവസ്ഥയാണ് ഇന്ന് നമ്മളീ കാണുന്ന ദുരന്തങ്ങൾക്കെല്ലാം അടിസ്ഥാനമായിട്ടുള്ളത്. അപ്പോൾ ഇത് ഒഴിവാക്കപ്പെട്ടിട്ടല്ലാതെ ഇതിനെങ്ങനെയാണ് തടയിടാൻ കഴിയുക? ഇതിൻ്റെ ഈ മലയാള സിനിമയ്ക്ക് തന്നെ ഉണ്ടായിരുന്ന ഒരു സാങ്ക്ടിറ്റി അതെങ്ങനെ നമുക്ക് വീണ്ടെടുക്കാനാവും? ഇത്തരത്തിലുള്ള ദുഷ്ടതകളെ ഒഴിവാക്കുന്നത് എങ്ങനെ? അപ്പോൾ ഇവിടെയാണ് ഈ താരസംഘടനകളോ അല്ലെങ്കിൽ മറ്റ് ട്രേഡ് ബോഡീസോ ഒക്കെ പകച്ചു നിൽക്കുന്നത്. അവരിങ്ങനെ ഓരോരോ സംഘങ്ങളായി നിന്നുകൊണ്ട് ആ സംഘത്തിൻ്റെ വിലപേശലുകളിലൂടെ പെട്ട് ഒരു വിശുദ്ധമായല്ലാത്ത ഒന്നിനെ ഇത് കൃത്യമായി കച്ചവടത്തിലേക്ക് വേണ്ടിയിട്ടുള്ള നമുക്കറിയാം ഇതിനകത്ത് പെട്ടിട്ടുള്ള ആളുകളുടെ എടുത്താൽ അവർക്ക് ഈ കലയുമായിട്ടുള്ള ബന്ധം എന്താണ്? നമ്മൾ പല പേരുകളും ഈ ഘട്ടത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്, പോലീസ് ചോദ്യം ചെയ്യുന്നുണ്ട്. അവർക്ക് ഈ കലയുമായി നേരിട്ട് എന്താണ് ബന്ധം? അവർ ഏതെങ്കിലും തരത്തിൽ ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ളവരാണോ? ഇല്ല എന്നാണ് മഹാഭൂരിപക്ഷത്തിൻ്റെയും ബയോഡേറ്റയിലൂടെ നമുക്ക് മനസ്സിലാകുന്നത്. സിനിമാ മേഖലയിൽ പ്രവർത്തിക്കുന്ന അസംഖ്യം സംഘടനകളുണ്ട്. ആ സംഘടനകളൊക്കെ തന്നെ താങ്കൾ പറഞ്ഞതുപോലെ ഏതെങ്കിലും ഒരു വ്യക്തി കേന്ദ്രീകൃതമായോ അല്ലെങ്കിൽ അവരുടെ താല്പര്യങ്ങളെ കേന്ദ്രീകരിച്ചോ മാത്രം പ്രവർത്തിക്കുന്നതാണ് എന്നതിനുള്ള ഉദാഹരണങ്ങൾ നിരവധിയുണ്ട്. ഉദാഹരണത്തിന് ഇപ്പോൾ തിലകനെ പോലൊരു നടനെ പുറത്തിരുത്തിയത്, വിനയനെ പോലൊരു സംവിധായകന് വേണ്ട സൗകര്യങ്ങൾ കൊടുക്കാതെ മാറ്റി നിർത്തിയത്. പക്ഷേ അവിടെയൊന്നും ഇതിനെ തിരുത്താൻ വേണ്ടിയുള്ള ഏതെങ്കിലും ശ്രമമോ ഇതിൻ്റെ ഒരു ശുദ്ധീകരണത്തിന് വേണ്ടിയുള്ള ഒരു ഇടപെടലോ അതല്ലെങ്കിൽ ഒരു സമീപനമോ ഉണ്ടാകുന്നില്ല. എവിടെയാണ് അതിൽ വീഴ്ച? ഇത് ഇങ്ങനെയുള്ള ഒരു ഘട്ടത്തിൽ കൃത്യമായി ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആളുകൾ ഒന്നിച്ച് ഇരുന്നു കൊണ്ട് അത് ഗവൺമെൻറ്റിനാണ് ഇടപെടേണ്ടതെങ്കിൽ ഗവൺമെൻറ്, അതല്ല സ്വയം ശുദ്ധീകരണമാണെങ്കിൽ സ്വയം ശുദ്ധീകരിക്കൽ, ഇങ്ങനെയുള്ള ഒരു മാർഗത്തിലൂടെ അടിയന്തരമായി പോയില്ലെങ്കിൽ സിനിമ ജനങ്ങൾ ദൂരേക്ക് വലിച്ചെറിയും എന്നുള്ളതും ഇപ്പോൾ നമ്മൾ കാണുന്ന ഈ സമീപകാലത്ത് കാണുന്ന തിയേറ്ററുകളുടെ അവസ്ഥയിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്ന. ദിലീപിനെ പോലൊരാൾ ഇപ്പോൾ പോലീസ് കസ്റ്റഡിയിലാണ്, ജയിലിലാണ്. അയാളുടെ തന്നെ പലതരത്തിലുള്ള സാമ്പത്തിക ഇടപാടുകൾ സംബന്ധിച്ചിട്ടുള്ള അന്വേഷണങ്ങൾ നടക്കുന്നുണ്ട്. റിവേഴ്സ് ഹവാല എന്ന തരത്തിൽ ഇവിടെ ഉണ്ടാക്കുന്ന കോടികൾ വിദേശത്തേക്ക് കൊണ്ടുപോയി അവിടെ നിന്ന് നിക്ഷേപങ്ങളായി ഇങ്ങോട്ട് വരുന്ന ഒരു വലിയ മാഫിയ കണ്ണി പ്രവർത്തിക്കുന്നുണ്ട് എന്നും അതിൽ പ്രധാനപ്പെട്ട സൂപ്പർ താരങ്ങൾ അടക്കമുള്ളവർ കണ്ണി ചേർക്കപ്പെട്ടിട്ടുണ്ടോ എന്നുള്ള സംശയങ്ങളുമൊക്കെ നിലനിൽക്കുന്നുണ്ട്. അമ്മ പോലൊരു താരസംഘടന ഈ തരം കൊള്ളരുതായ്മകളൊക്കെ കൂട്ടുനിൽക്കുന്ന ഒരു സംഘടനയായി മാറുകയാണ്. ഈ പറഞ്ഞതിനകത്തൊക്കെ ദിലീപാണ് അല്ലെങ്കിൽ മറ്റൊരു വ്യക്തിയാണ് എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് അഭിപ്രായം പറയാൻ കഴിയാത്ത വിധം മുൻ ചരിത്രം നമ്മെ വല്ലാതെ വേട്ടയാടുന്നില്ല. താങ്കൾ പറഞ്ഞത് അഭിപ്രായം പറഞ്ഞതുകൊണ്ട് പ്രത്യേകിച്ച് ഗുണമൊന്നുമില്ല എന്നാണോ? ഗുണമില്ല എന്നുള്ളതല്ല, പക്ഷേ ഇതൊക്കെ തന്നെ ഒരു ഘട്ടത്തിൽ ഇല്ലാതാക്കപ്പെടുകയും മറവിയിലേക്ക് അവനെ കൊണ്ട് താഴ്ത്തുകയും ഒക്കെ ചെയ്യുന്ന ഒരു സംവിധാനമാണ് നമ്മുടെ നാട്ടിൽ ഉണ്ടായിട്ടുള്ളത്. നമ്മൾ എത്രയോ കൊള്ളരുതായ്മകൾ നമ്മൾ കാണുന്നുണ്ട് അല്ലേ? വ്യക്തികളുടെ ബന്ധങ്ങളെക്കുറിച്ച്, അവർ ചെയ്തിട്ടുള്ള
അവിഹിതങ്ങളായിട്ടുള്ള ഇടപാടുകളെക്കുറിച്ച് കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്ത് നമ്മൾ കുറേ ആളുകളെക്കുറിച്ച് നിരന്തരം കേട്ടുകൊണ്ടിരുന്നത്. ഇന്നിപ്പോൾ ഇവിടെ പോയി. ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ കേരളം ചർച്ച ചെയ്യുന്ന പ്രധാനപ്പെട്ട 2 പ്രതികരണങ്ങളുണ്ട്. ഒന്ന് ചലച്ചിത്ര മേഖലയിൽ നിന്ന് തന്നെ ഉണ്ടായ അടൂർ ഗോപാലകൃഷ്ണന്റെ പ്രതികരണം, മറ്റൊന്ന് സാഹിത്യ മേഖലയിൽ നിന്ന് വന്ന സക്കറിയയുടെ പ്രതികരണം. അതിൽ അടൂർ ഗോപാലകൃഷ്ണന്റെ പ്രതികരണത്തിൽ പറയുന്നത് താൻ മനസ്സിലാക്കിയിട്ടുള്ള ദിലീപ് മാന്യനാണ്, ഇതുപോലുള്ള കുറ്റകൃത്യങ്ങളിൽ പങ്കാളിയാകുമെന്ന് കരുതുന്നില്ല എന്നാണ്. അടൂരിനെ പോലെ ഒരാൾ ഇതുപോലെ ഒരു കേസിന്റെ നിർണായകമായ വഴിത്തിരിവിൽ ഇതുപോലൊരു പ്രതികരണം നടത്തിയത് ഔചിത്യത്തോടു കൂടിയാണെന്ന് താങ്കൾ വിശ്വസിക്കുന്നുണ്ടോ? ഇപ്പോൾ അടൂരിനെ കൊണ്ടത് പറയിപ്പിക്കാൻ എന്ത് വികാരമാണെന്ന് എനിക്കിപ്പോൾ ഞാൻ പറയുന്നത് ശരിയല്ല. പക്ഷേ നമുക്കറിയുന്ന സംഭവം എന്ന് പറയുന്നത് അടൂരിന് ദിലീപുമായിട്ടുള്ള ബന്ധമെന്ന് പറയുന്നത് പിന്നെയും എന്ന് പറഞ്ഞൊരു സിനിമയിൽ അഭിനയിച്ചു എന്നുള്ളത് ആ ഒരു കാലയളവാണ്. മേ ബി ഒരു 6 മാസത്തിൻ്റെ ദൈർഘ്യമുണ്ടാവാം. സക്രിയ ഇങ്ങനെ പല അഭിപ്രായങ്ങളും പറയുന്നുണ്ട്. അങ്ങനെ കണക്കാക്കുന്നുള്ളൂ. അല്ല, അടൂരിൻ്റെ കാര്യത്തിൽ എൻ്റെ ചോദ്യം അത് ഔചിത്യപൂർണ്ണമായിരുന്നു എന്നുള്ളതാണ്. അല്ല, അവിടെ ഈ പിന്നെ പോലീസും ഒക്കെ ഈ നിലയിൽ കുറ്റാരോപിതനാണ് എന്ന് പറയുമ്പോൾ നമുക്കിപ്പോൾ അതിനൊരു സർട്ടിഫിക്കറ്റൊന്നും കൊടുക്കേണ്ട ആവശ്യം തൽക്കാലം ഉണ്ടെന്ന് തോന്നുന്നില്ല. അല്ലെങ്കിൽ അതിനകത്തുള്ള പോലീസ് പറഞ്ഞതിനകത്ത് നമുക്ക് അതിനകത്ത് പിഴവുണ്ട് എന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം. അത്രയേ ഉള്ളൂ. പഴയ കാലത്ത് അടൂരിന് പറയാനുള്ള എല്ലാ സ്വാതന്ത്ര്യവും അദ്ദേഹത്തിനുണ്ട്. ഇപ്പം ഞാനാണെങ്കിൽ അങ്ങനെ ഒരു ഘട്ടത്തിൽ മിണ്ടാതിരിക്കലായിരിക്കും ചെയ്യുക. ഒരുപക്ഷെ അദ്ദേഹത്തിന് അത് ഞാൻ പറഞ്ഞില്ല, ഒരു പിന്നെ ദിലീപുമായിട്ടുള്ളൊരു വളരെ അടുപ്പത്തിൽ അങ്ങനെ തോന്നിയിട്ടും ഉണ്ടാവാം. താങ്കൾ പറഞ്ഞല്ലോ, മുൻകാലങ്ങളിലെ പോലെയല്ല സിനിമയും സിനിമാ രംഗവും മാറിയിരിക്കുന്നു. കലയുമായി നേരിട്ട് ബന്ധമുള്ളവരല്ല കലയെ നിയന്ത്രിക്കുന്നവരായി മാറിക്കൊണ്ടിരിക്കുന്നത്. ഇത് ഒരു അപകടകരമായ സ്ഥിതിവിശേഷമാണല്ലോ ശ്രീ ലെനിൻ രാജേന്ദ്രൻ. ഒരു ശുദ്ധീകരണ ക്രിയയ്ക്കുള്ള സമയമായോ? തീർച്ചയായും ഇത് തന്നെയാണ് അതിന് പറ്റിയ അവസരം. ഇവിടെ നിന്നുകൊണ്ട് കൃത്യമായി അത് പിന്നെ വൃത്തിയാക്കുന്നതിനുള്ള ശ്രമം സിനിമയെ സ്നേഹിക്കുന്ന മുഴുവൻ ആളുകളും തുടങ്ങേണ്ടതുണ്ട്. ഒപ്പം അതിന് ആക്കം കൂട്ടുവാൻ സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും ശ്രമങ്ങളുണ്ടാകണം. പിന്നാമ്പുറത്ത് ഒരു അവിശുദ്ധ കൂട്ടുകെട്ട് ഉണ്ടാകുന്നുണ്ട് എന്ന് സംശയം തോന്നും പല കാര്യങ്ങളും ഇഴകീറി പരിശോധിക്കുമ്പോൾ. ഉദാഹരണത്തിന് താങ്കൾ തന്നെ പറഞ്ഞ പോലെ കേരള സമൂഹത്തിന്റെ ഒരു കുഴപ്പമായിരിക്കാം, പോരായ്മയായിരിക്കാം ഈ താരങ്ങളോടുള്ള ഒരു ദാസ്യ മനോഭാവം, അല്ലെങ്കിൽ ഒരു അടിമത്ത മനോഭാവം, ഒരു താരാരാധന. അതിന്റെ ഭാഗമായി താരങ്ങൾ സർവശക്തരായി മാറുന്നു. അവർ സിനിമയുടെ സമസ്ത മേഖലകളിലേക്കും കൈകടത്തുന്നു. എല്ലാ കാര്യങ്ങളും നിയന്ത്രിക്കുന്ന സാഹചര്യം ഉണ്ടാകുന്നു. അവരെ ചുറ്റിപ്പറ്റി ഫാൻസ് അസോസിയേഷനുകൾ രൂപപ്പെടുന്നു. അവർ തന്നെ നിർമ്മാണങ്ങളിൽ പങ്കാളികളാകുന്നു. വിതരണത്തിന്റെ ചുമതലകൾ ഏറ്റെടുക്കുന്നു. തിയേറ്റർ ഉടമകളെ വരുതിക്ക് നിർത്തുന്നു. ഇങ്ങനെ ഒരു കല എന്ന രീതിയിൽ സിനിമയ്ക്ക് മുന്നോട്ട് പോകാൻ കഴിയാത്ത തരത്തിൽ താരാധിപത്യം നിറഞ്ഞു നിൽക്കുന്ന ഒരു സാഹചര്യം മലയാള സിനിമയിൽ ഉണ്ടാകുന്നു. അതിനെ പൊളിച്ചെഴുതണമെന്ന് താങ്കൾ പറയുമ്പോൾ അത് എവിടെ നിന്നാണ് തുടങ്ങേണ്ടത്? ഇതൊരു കലാരൂപമാണെന്നും ഇത് നമ്മുടെ ഒരു സാംസ്കാരിക പ്രവർത്തനത്തിൻ്റെ ഭാഗമാണ് എന്ന് ഉള്ള ബോധ്യത്തിൽ നിന്നുകൊണ്ട് അതിലേക്ക് വന്നു വീഴുന്ന അതിന് പിന്നെ കാർമേഘങ്ങൾ എന്തൊക്കെയാണ്, അതിനെ ദുഷിപ്പിക്കുന്ന വിഷാംശങ്ങൾ എന്തൊക്കെയാണ്, ഇത് കണ്ടെത്താൻ വളരെ എളുപ്പമുണ്ട്. അത് കണ്ടെത്തുകയും അത് ഇല്ലാതാക്കുന്നതിനുള്ള ശ്രമം നടത്തുകയും വേണം. അതിനുള്ള ശ്രമങ്ങളൊക്കെ സർക്കാരിന് മുന്നിലെത്തിയിട്ടുണ്ടല്ലോ സർ. ഉദാഹരണത്തിന് അടൂർ കമ്മിറ്റി റിപ്പോർട്ടുണ്ട്. താങ്കൾ തന്നെ ഭാഗമായിട്ടുള്ള ഫോറം ഫോർ ബെറ്റർ ഫിലിം എന്ന് പറഞ്ഞ നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ട്. ഇതൊന്നും പ്രാവർത്തികമാകുന്നില്ലല്ലോ സർക്കാരിന്റെ ഭാഗത്ത്. അതിങ്ങനെ ചർച്ചയിലാണ്. ചർച്ച ഇങ്ങനെ നീളും. ദീർഘനാളുകളായി ചർച്ചയാണ്. പക്ഷെ അത് വളരെ പെട്ടെന്ന് അത് തീരുമാനത്തിലെത്തും എന്നാണ് ഞങ്ങളൊക്കെ പ്രതീക്ഷിക്കുന്നത്. ഈ മലയാള സിനിമാ രംഗം ഈ നിലയിൽ അധപതിച്ചതിന് സർക്കാരിന്റെ ഇടപെടലിലെ പോരായ്മകൾ ഇല്ലേ? ഒരു പ്രത്യേക തരം വ്യവസായമായിട്ടാണ് സർക്കാരിന് നേരിട്ട് കൃത്യമായ ഇടപെടലുകൾക്ക് സാധ്യമല്ലാത്ത ഒരു വ്യവസായമായിട്ടാണ് സിനിമയെ എന്നും കണ്ടിട്ടുള്ളത്. അതുകൊണ്ട് കാരണം സർക്കാർ ഇതിനകത്ത് മുതൽ മുടക്കില്ല, ഒന്നുമില്ല എന്നുള്ള നിലക്ക് സർക്കാർ എപ്പോഴും മാറി നിൽക്കുകയാണ് ചെയ്യുക. ആകെയുള്ളത് സർക്കാർ കൃത്യമായി ഇടപെട്ടത് ഈ കഴിഞ്ഞ തിയേറ്ററുകളിൽ അടച്ചിടാനുള്ള സമരത്തിൽ വളരെ കർക്കശമായൊരു നിലപാട് നമ്മുടെ സാംസ്കാരിക വകുപ്പ് മന്ത്രി ഗവൺമെൻറ്റിന് വേണ്ടി എടുത്തു. അതിൽ വിജയിക്കുകയും ചെയ്തു. അങ്ങനെയുള്ള ഒരു ഇടപെടലല്ലാതെ സാധാരണ നിലയിൽ സിനിമാക്കാരോടുള്ള ഒരു ആഭിമുഖ്യമോ അല്ലെങ്കിൽ അവരോടുള്ള ഈ സ്നേഹമോ ഇതൊക്കെ കൂടെ വെച്ചുകൊണ്ട്
ഈ വ്യവസായത്തിൽ വരുന്ന കുറവുകളെ കണ്ടില്ല എന്ന് വെക്കുകയാണ്, അല്ലെങ്കിൽ അത് പിന്നെ നേരായി നയിക്കുന്നതിലേക്ക് വേണ്ടിയിട്ടുള്ള ബദൽ ഘടകങ്ങൾ ഉന്നയിക്കാതെ പോവുകയോ ചെയ്യുകയാണ് നമ്മുടെ എല്ലാ ഗവൺമെൻറ്റുകളും ചെയ്തുകൊണ്ടിരുന്നത്. KSFDC ചെയർമാനായി താങ്കൾ ചുമതലയേറ്റപ്പോൾ ആദ്യം പറഞ്ഞൊരു കാര്യം എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. കേരളത്തിൽ കലാമൂല്യമുള്ള സിനിമകൾക്ക് വിതരണം ചെയ്യാൻ, അത് പ്രേക്ഷകർക്ക് കാണാൻ വേണ്ടിയുള്ള സൗകര്യമൊരുക്കുമെന്നതായിരുന്നു അതിൽ പ്രധാനം. അത്തരം സിനിമകൾ നിർമ്മിക്കാൻ വേണ്ടിയുള്ള സാമ്പത്തിക സഹായം ഉറപ്പാക്കും, ഒരു സിനിമാ നയം കൊണ്ടുവരും. ഇതിലെന്തെങ്കിലും ഒന്ന് നടന്നു? അതിൻ്റെ വളരെ ദ്രുതഗതിയിലുള്ള പ്രവർത്തനങ്ങളിലാണ് ഞങ്ങളെല്ലാവരും. ഈ വർഷം തന്നെ ഏതാണ്ട് 60-70 സ്ക്രീനുകൾ യാഥാർത്ഥ്യമാകാൻ പോവുകയാണ്. അതിൽ ഞാൻ നേരത്തെ തന്നെ പറഞ്ഞല്ലോ, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളാണ് സ്ഥലം അനുവദിക്കുന്നത്. ഒരു 99% തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും സ്ഥലം നൽകാൻ തയ്യാറാണ്. താങ്കൾ നേരത്തെ പറഞ്ഞല്ലോ, ഈ സിനിമയുടെ നിർമ്മാണ പ്രവർത്തനങ്ങളിലുള്ള സർക്കാരിൻ്റെ ഇടപെടൽ വളരെ ഇല്ല എന്ന് തന്നെ പറയാം. അതുകൊണ്ട് തന്നെ സർക്കാരിന് ഇവരെ നിയന്ത്രിക്കുന്നതിൽ പരിമിതികളുമുണ്ട്. ഇപ്പോൾ ഉദാഹരണത്തിന് മറ്റു പല രീതിയിലും സർക്കാരിന് ഒരു ഇടപെടൽ സാധ്യമല്ലേ? ഇപ്പോൾ ടൈറ്റിൽ രജിസ്ട്രേഷൻ, അതല്ലെങ്കിൽ ഈ പറയുന്ന പബ്ലിസിറ്റി മായി ബന്ധപ്പെട്ട കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നതിന്, ഡിസ്ട്രിബ്യൂഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, ഈ കാര്യങ്ങളിലെല്ലാം ഒരു സർക്കാർ നിയന്ത്രണം സാധ്യമല്ലേ മലയാള സിനിമയിൽ? തീർച്ചയായും ഇത് വേണം എന്ന് ഞങ്ങൾ കുറേ കാലമായി ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നതാണ്. തീർച്ചയായും അത് പിന്നെ ഗവൺമെൻറ് 2 സ്ഥാപനങ്ങളുണ്ട്. ഒന്ന് ചലച്ചിത്ര അക്കാദമിയും മറ്റൊന്ന് ചലച്ചിത്ര വികസന കോർപ്പറേഷനും. ഈ 2 സ്ഥാപനങ്ങൾക്ക് ചെയ്യാവുന്ന കാര്യങ്ങളേ ഉള്ളൂ ഇതെല്ലാം. അങ്ങനെ ഇതില്ലാത്ത സംസ്ഥാനങ്ങൾക്ക് വേണ്ടിയിട്ടാണ് കേന്ദ്രം അന്നൊരു മാർഗനിർദ്ദേശത്വം എന്നുള്ള നിലയ്ക്ക് പറഞ്ഞത്. പക്ഷെ അത് ഈവൻ ഇപ്പോൾ പോസ്റ്റർ അടിക്കുന്നു, പോസ്റ്ററിൻ്റെ പിന്നെ ഇത് ഈ ഒരു പിന്നെ ചേംബറിനെ കാണിച്ച് സീൽ ചെയ്യിക്കണമെന്നൊരു വ്യവസ്ഥ. അത് ചെയ്തെങ്കിൽ മാത്രമേ, അവരുടെ സർട്ടിഫിക്കറ്റ് കിട്ടിയാൽ മാത്രമേ സെൻസർ ചെയ്യുള്ളൂ എന്നുള്ളൊരു നിബന്ധന. ഇതൊക്കെ ശുദ്ധ ഭോഷ്കായിട്ടുള്ള കാര്യങ്ങൾ. എനിക്ക് പോസ്റ്റർ വേണ്ട എൻ്റെ സിനിമയ്ക്ക് എന്ന് പറഞ്ഞാൽ ആരെന്ത് ചെയ്യാൻ പോകും? അപ്പോൾ അതൊക്കെ മാറ്റിയിട്ട് ഗവൺമെൻറ്റിൻ്റെ ഈ ഓർഗനൈസേഷനുകൾക്ക്, അതല്ല ഇതിലേക്ക് വേണ്ടിയിട്ട് വേറൊരു ഓർഗനൈസേഷനാണ് ഗവൺമെൻറ് ഉണ്ടാക്കുന്നത്, അതും ഉണ്ടാക്കിക്കണം. പക്ഷേ നിലവിലുള്ള ഈ സംഘടനകൾക്ക് പിന്നെ അനുവാദം നൽകുകയും ഈ സംഘടന നിയന്ത്രിക്കുന്നതാവണം, ഗവൺമെൻറ്റിൻ്റെ ഈ 2 ഓർഗനൈസേഷനുകളും കൂടെ ചേർന്ന് നിയന്ത്രിക്കുന്നതാവണം മലയാള സിനിമയുടെ പിന്നെ ഓരോ ഘട്ടങ്ങളും. അല്ല, അതിൻ്റെ സർഗപ്രക്രിയയെക്കുറിച്ചല്ല ഞാനീ പറയുന്നത്. അങ്ങനെ തീർച്ചയായും ഈ സംഘടനയ്ക്ക് കാര്യമായി ചെയ്യാനുണ്ട്. അത് ഗവൺമെൻറ് നടപടിക്രമങ്ങളിൽ പിന്നെ മാറ്റി എഴുതിക്കൊണ്ടുള്ള അനുവാദം നൽകുകയും വേണം എന്നുള്ള പക്ഷക്കാരനാണ് ഞാൻ. അമ്മ എന്ന താരസംഘടനയ്ക്ക് മലയാള സിനിമയിലുള്ള പ്രസക്തി നഷ്ടപ്പെട്ടോ ഈ പുതിയ സാഹചര്യത്തിൽ? അല്ല, ഒരു ഓർഗനൈസേഷൻ നിലനിൽക്കുന്നതുകൊണ്ട് അപകടമൊന്നുമില്ല. പക്ഷേ പ്രത്യേക കൂട്ടായ്മ രൂപീകരിക്കുന്നു WCC, അതിനകത്ത് തന്നെ അതെന്തുകൊണ്ടെന്ന് വെച്ചാൽ അവർക്ക് സുരക്ഷിതത്വമില്ല എന്നുള്ള അവരുടെ ഒരു തോന്നലിൽ നിന്നാണ്. അപ്പോൾ തീർച്ചയായിട്ടും അങ്ങനെ തങ്ങൾക്ക് സുരക്ഷിതത്വമില്ല എന്നുള്ള ഒരു തോന്നലോടുകൂടി അവരുടേതായിട്ടുള്ള ശബ്ദം വരുന്നത് തന്നെ ഒരു സംഘടനയ്ക്ക് അവമാനമാണ്, ഒരു നാടിനും അവമാനമെന്ന് ഞാൻ പറയും. അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടാവുന്നത് അതാണ്, ആ അവസ്ഥയാണ്. അവരതിനെ പ്രേരിപ്പിച്ച അവസ്ഥ എന്താണ്? അതൊരു സംഘടനയ്ക്കും ഭൂഷണമായിട്ടുള്ളതല്ല. തീർച്ചയായിട്ടും ആ സംഘടന അത് അഡ്രസ്സ് ചെയ്യേണ്ടതുണ്ടായിരുന്നു. അവർ ആ നിലയിൽ എന്തൊക്കെയാണ് നിങ്ങൾക്ക് ഈ രംഗത്ത് സംഭവിക്കുന്ന പ്രശ്നങ്ങൾ, നിങ്ങളെവിടെയാണ് മാറ്റി നിർത്തപ്പെടുന്നത്, എവിടെയാണ് നിങ്ങളെ ആക്രമിക്കപ്പെടുന്നത്, അത് ആ സംഘടന തന്നെയാണ് അന്വേഷിക്കുകയും അതിനുള്ള പ്രതിവിധി കണ്ടെത്തുകയും ചെയ്യേണ്ടിയിരുന്നത്. ഒരുപക്ഷെ ഈ പൊതുസമൂഹം വളരെ ഞെട്ടലോടെ കേട്ടതാണ് മലയാള സിനിമയിൽ ഇപ്പോഴും കാസ്റ്റിംഗ് കൗച്ച് ഉണ്ട് എന്ന് ഒരു പ്രമുഖ നടി തന്നെ വെളിപ്പെടുത്തിയ സംഭവം. അതിന് പിന്നാലെയാണ് ഈ വിഷയം അമ്മ പ്രസിഡന്റ് ഇന്നസെന്റിന്റെ ശ്രദ്ധയിൽപ്പെടുത്തിയപ്പോൾ അതൊക്കെ പഴയ കാലത്തായിരുന്നു, താങ്കൾ പറഞ്ഞു പഴയ കാലത്ത് നല്ല സിനിമകളുണ്ടായിരുന്നു, നല്ല സിനിമാ കാലമായിരുന്നു, ആ കാലത്തായിരുന്നു ഇതൊക്കെ ഉണ്ടായിരുന്നത്, ഇപ്പോൾ അതിനുവേണ്ടി തുനിഞ്ഞിറങ്ങുന്നവർ ഒരുപക്ഷെ അതിന് പോകുന്നുണ്ടാകാമെന്നാണ്. കടുത്ത സ്ത്രീ വിരുദ്ധ പരാമർശമാണ് എന്ന നിലയ്ക്ക് അത് വിമർശിക്കപ്പെട്ടു. എന്താണ് ശ്രീ ലെനിൻ രാജേന്ദ്രൻ്റെ അഭിപ്രായം? ഇന്നസെന്റ് സ്വതേ
എല്ലാം ഇങ്ങനെ ഈ തമാശ കലർത്തി പറയുന്നൊരു ആളാണ്. വേണ്ടത്ര വിചാരം അക്കാര്യത്തിൽ ഉണ്ടായില്ല എന്നുള്ള, കാരണം ആ ഒരു വല്ലാത്ത ഘട്ടത്തിൽ നിൽക്കുമ്പോഴാണ്, അത്രയേറെ ചൂടുപിടിച്ച് നിൽക്കുന്നു, അത്രയേറെ വേദന എല്ലാവരുടെയും മനസ്സിൽ നിൽക്കുന്നു. ഒരു പെൺകുട്ടി വളരെ ക്രൂരമായി ഒരു റേപ്പ് കൊല ചെയ്യപ്പെടുന്നൊരു പെണ്ണിനേക്കാളും ദാരുണമായിട്ടാണ്, നിഷ്ഠൂരമായിട്ടാണ് ഈ കുട്ടിയോട് ഇതിൻ്റെ ആൾക്കാർ കാണിച്ചത്. അപ്പോൾ അങ്ങനത്തെ ഒരു അവസ്ഥയിൽ നിൽക്കുമ്പോൾ നമ്മൾ വളരെ ലാഘവത്തോടുകൂടി ഈ കാര്യങ്ങളെ പറയാൻ പാടില്ല എന്നുള്ള പക്ഷക്കാരൻ തന്നെയാണ്. ഇപ്പോൾ ദിലീപിൻ്റെ ഡി സിനിമാസിനെ കുറിച്ചും ആക്ഷേപമുണ്ട്. അത് കയ്യേറിയ ഭൂമിയിലാണ്, കോഴ കൊടുത്തിട്ടാണ് അത് നിർമ്മിക്കപ്പെട്ടുള്ളത്. അതുൾപ്പെടെയുള്ള അസറ്റിൻ്റെ കാര്യത്തിലെല്ലാം ഇപ്പോൾ എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് എല്ലാം അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇതെല്ലാം മലയാള സിനിമയിൽ ഒരാളിൽ മാത്രം കേന്ദ്രീകരിച്ച് നടത്തേണ്ട അന്വേഷണമാണോ? അയാൾ മാത്രം കുറ്റക്കാരനായി കാണേണ്ട അന്വേഷണമാണോ? ഒരു ഡി സിനിമ മാത്രമാവാൻ യാതൊരു സാധ്യതയുമില്ല. ഒരു ഡി സിനിമയ്ക്കകത്ത് അത് പറയുന്നത് നേരാണോ ഇല്ലയോ എന്ന് കൃത്യമായി പറയാൻ ഇത്രയും വലിയ സമയത്തിൻ്റെ ഒന്നും ആവശ്യമില്ല. കാരണം ഭൂമി ആരുടേതാണെന്ന് കണ്ടെത്താൻ വില്ലേജ് ഓഫീസിലെ രേഖകൾ ധാരാളം മതിയാവും. പ്രഗത്ഭമതികളായ ഒരുപാട് പേർ ഇരുന്നിട്ടുള്ള കസേരയിലാണ് ഇപ്പോൾ താങ്കൾ ഇരിക്കുന്നത്. പക്ഷേ എല്ലാ തവണയും KSFDCയെ കുറിച്ചിട്ടുള്ള ഒരു ആക്ഷേപം നിലനിൽക്കുന്നുണ്ട്. KSFDC എന്ത് മാറ്റമാണ് സിനിമാ രംഗത്ത് കൊണ്ടുവരുന്നതെന്ന്. ശ്രീ ലെനിൻ രാജേന്ദ്രൻ ഈ പദവി ഒഴിയുമ്പോൾ ആ അപവാദത്തിന് ഒരു പരിഹാരം ഉണ്ടാകും. KSFDC മലയാള സിനിമയ്ക്ക് ഒരു താങ്ങായിട്ട് തന്നെയാണ് നിന്നിട്ടുള്ളത്. കാരണം നമ്മുടെ നാട്ടിൽ സൃഷ്ടിക്കപ്പെടുന്നിട്ടുള്ള ചെറിയ സിനിമകൾ, കേരളത്തിൻ്റേതെന്ന് പറഞ്ഞ് നമ്മൾ പുറം ലോകത്തെ കാണിക്കുന്ന സിനിമകളുടെ മഹാഭൂരിപക്ഷവും നിർമ്മിക്കപ്പെടുന്നത് ചിത്രാഞ്ജലി സ്റ്റുഡിയോ വഴി തന്നെയാണ്. പക്ഷേ അത് മാത്രം പോരാ എന്നുള്ള പക്ഷക്കാരനാണ് ഞാൻ. ഇത് ഒരുപാട് KSFDCക്ക് ഇനി ചെയ്യാനുണ്ട്. പുതിയ പുതിയ മേഖലകൾ കണ്ടെത്തേണ്ടതുണ്ട്. അതിൻ്റെ ശ്രമമാണ് ഞാൻ ഗവൺമെൻറ്റിൻ്റെ മുഴുവൻ പിന്തുണയോടുകൂടിയും ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിലൊന്നാണ് ഈ പറഞ്ഞ തിയേറ്ററുകൾ. എല്ലായിടത്തും ഒരു വലിയ തിയേറ്റർ, ഒരു ചെറിയ തിയേറ്റർ ഉണ്ടാവും. ഈ ദിലീപിൻ്റെ അറസ്റ്റും ഇപ്പോൾ ഉണ്ടായിട്ടുള്ള സംഭവ വികാസങ്ങളും മലയാള സിനിമയിൽ ഇതുവരെ കാണാത്ത തരത്തിലുള്ള ഒരു പ്രതിസന്ധി ഉണ്ടാക്കുന്നു എന്ന് വിലയിരുത്തപ്പെടുന്നുണ്ട്. ഉദാഹരണത്തിന് ഇപ്പോൾ തിയേറ്ററുകളിൽ നിന്ന് പ്രേക്ഷകർ അകന്നു പോകുന്നു എന്നത്, ദിലീപിൻ്റെ തന്നെ കോടികൾ മുടക്കിയെടുത്തൊരു സിനിമ പുറത്തിറങ്ങാൻ കഴിയാതെ നിൽക്കുന്ന സാഹചര്യം, പുതിയ നിർമ്മാണങ്ങളൊന്നും പ്രവർത്തനങ്ങളൊന്നും ഇനി ഉണ്ടാകാൻ പോകുന്നില്ല, ആരും സിനിമയിലേക്ക് പണം നിക്ഷേപിക്കാൻ തയ്യാറാകില്ല എന്നുള്ള ആശങ്ക, 100 കോടിയുടെ നഷ്ടം, അതൊരു പക്ഷേ 200 കോടി വരെ ആകാം എന്നാണ് ഈ മേഖലയിലെ വിദഗ്ധർ പറയുന്നത്. അത്ര വലിയ പ്രതിസന്ധി ഉണ്ടെന്ന് താങ്കൾ കരുതുന്നുണ്ടോ? താൽക്കാലികമായി പ്രതിസന്ധി വന്നേക്കാം. ഇപ്പോൾ നമ്മൾ ബോളിവുഡിലും അത് കണ്ടതാണ്. നമ്മൾ ദാവൂദിൻ്റെ സൃഷ്ടികളാണ് ഹിന്ദി സിനിമ എന്നെല്ലാം പറയുകയും കുറേ യാഥാർത്ഥ്യം ഉണ്ടായിട്ട്, പക്ഷേ സിനിമ അതിൽ നിന്നൊക്കെ മാറിപ്പോയി. ഇത് തമിഴിൽ ഇടക്കാലത്ത് സൺ TV-യുടെ എല്ലാം അതിൻ്റെ പേർത്തുള്ള ഗവൺമെൻറ്റിൻ്റെ അന്വേഷണമൊക്കെ വന്നപ്പോൾ തമിഴ് സിനിമയെയും ഒരു ഘട്ടത്തിൽ ബാധിച്ചു. അപ്പം അതുകൊണ്ട് നമുക്ക് ഇപ്പോഴുള്ള പ്രതിസന്ധി ഇതൊരു താൽക്കാലിക പ്രതിസന്ധി ആവാനാണ് സാധ്യത. അത് മാറുകയും നല്ലൊരു വശം നമുക്ക് വളരെ പ്രതീക്ഷ നൽകുന്ന ഒരു സിനിമയിലേക്ക് ഇത് മാറുമെന്നുള്ള ശുഭാപ്തി വിശ്വാസക്കാരനാണ് ഞാൻ. ഏതായാലും മലയാള സിനിമയിലേക്ക് ആ നന്മയുടെ തെളിമ തിരിച്ചു വരുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. താങ്ക് യു വെരി മച്ച്. Costume courtesy, Big Shot, SM Street, Calicut.